അപ്പച്ചിയമ്മ എന്തിനാ പെറ്റിയെടുക്കുന്നേ? കെട്ടിയെടുക്കുന്നു എന്ന് പറയുന്നതാ കൊച്ചേശ്ശേരി. ബാങ്കുകാർ കെട്ടിയെടുത്തോണ്ട് പോകാൻ പോകുമല്ലേ? ജപ്തി നോട്ടീസ് വന്ന വയലോരം വീടൊഴിയാൻ മനസ്സില്ലാ മനസ്സോടെ ശാരദയും സുഭദ്രയും നിർബന്ധിതരാകുന്നു. ചത്ത ആരെങ്കിലും വലിച്ചു കുഴിച്ചിട്ടോളൂ. നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ കിടന്ന് ചീഞ്ഞ് നാറത്തില്ലയോ? എത്ര ദിവസം ഇനി ഇവിടെ എനിക്കറിയില്ല ചോട്ട. അമ്മേന്റെ അപ്പച്ചമ്മേണ്ടല്ലോ എല്ലാം കെട്ടിയെടുക്കുക. സാരിയും മുണ്ടും എല്ലാം പെട്ടിലോട്ട് എടുത്തു വെക്കുക. വീടിന്റെ ലോൺ തിരിച്ചടയ്ക്കാൻ മതികല പുതിയ പദ്ധതി ആലോചിച്ചു. ഒരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. നേരോ എന്നതാ മോളെ? കാശ് തന്ന് സഹായിക്കാന്ന് പറഞ്ഞു. ആര്? എന്റെ അങ്കിള്. അല്ല, അന്ന് വന്ന ജയസേനൻ അങ്കിള്. പക്ഷേ ബാലന് ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങേർക്ക് എന്തൊക്കെയോ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങേര് സഹായിച്ചിട്ടെന്തിനാ ഈ വീടൊരു പോലീസ് സ്റ്റേഷൻ ആക്കാൻ? തുടർന്ന് കാണുക. നീ ഉറങ്ങില്ലേ ശാരദ? നാത്തൂൻ എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരണ്ടേ? നാത്തൂനെ, എനിക്ക് വല്ലാത്തൊരു ഭയം. നാളെ ആ പോലീസുകാരൻ നമ്മുടെ വീടിനൊരു ബാധ്യതയായാൽ അന്ന് തന്നെ അയാളുടെ സംസാരവും ഭാവവും ഒക്കെ കണ്ടതല്ലേ. എന്തോന്ന് ബാധ്യത? എന്റെ ശാരദേ, നീ തൽക്കാലം ഉള്ള ബാധ്യത ഒഴിപ്പിക്കാൻ നോക്ക്, പിന്നല്ലേ ബാക്കി. ബാലനോടൊന്ന് ആലോചിക്കാം. അവൻ സമ്മതിച്ചാ? അവൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ കാശുണ്ടോ? നിന്റെയിലുണ്ടോ? ഇല്ലല്ലോ. എന്തായാലും വെറുതെക്കാരൊന്നും അല്ലല്ലോ സഹായിക്കാന്ന് പറഞ്ഞത്. രവിയുടെ ഭാര്യ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ അല്ലേ? അല്ലെങ്കിൽ തന്നെ രവിക്കല്ലേ ശാരദ കുടുംബ വീട്? അതിന്റെ കട അവന്റെ ഭാര്യ വീട്ടുകാർ തീർക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ രവിക്ക് മാത്രമാണോ നാത്തൂനെ വീട്? അപ്പൊ ബാലനും കുട്ടിമണിയും? അവർക്കുള്ളതിന്റെ വീതം കൊടുക്കണം. അല്ല, വീതം കൊടുക്കണേലും വീതിച്ചു തീറ്റണെങ്കിലും ഒക്കെ വീട് സ്ഥലവും നമ്മുടേതായിട്ട് വേണ്ടേ? നാളെ ഇതെല്ലാം കൂടെ ബാങ്കുകാർ കൊണ്ടുപോയാൽ എന്തോ ചെയ്യും? പിള്ളേരെല്ലാം ഓരോരോ ന്യായം പറഞ്ഞ് അവരവരുടെ വഴിക്ക് പോകും. കൊടുക്ക ഞാനും നീ ഏതെങ്കിലും അമ്പലത്തിന്റെ നടപ്പന്തലിൽ ഇരിക്കും. അന്തിത്തിരിയില്ലാതെ എന്റെ അച്യുതന്റെ അസ്ഥിത്തറ കാടും പടലും പിടിച്ചു പോകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതാ ഞാൻ പറഞ്ഞത്, കലമോൾ എന്നതാ പറയുന്നതെന്ന് വെച്ചാൽ അതങ്ങ് സമ്മതിക്കാൻ. കുടുംബം രക്ഷപ്പെടുന്നതല്ലേ ശാരദ മുഖ്യം, ബാക്കിയൊക്കെ പിന്നെ. ഇനി എന്ത് സംഭവിച്ചാലെന്താ? ബാലന് കയറിക്കിടക്കാൻ ചെറുതാണെങ്കിലും സീതയുടെ വീടുണ്ട്. കുട്ടിമണിയെ പൊന്നുപോലെ മനസ്സിൽ നോക്കിക്കൊള്ളും. പിന്നെ നമ്മുടെ കാര്യമല്ലേ? നമുക്ക് അമ്പലങ്ങൾ തണ്ടി ജീവിക്കാൻ ശാരദ. ഭഗവാന്റെ കാൽച്ചുവട്ടിൽ കിടന്നങ്ങ് തീർന്നോളും എന്റെയും നിന്റെയും ജന്മം. നീറല്ലല്ലോ ഞെരടിച്ചാവാൻ. മനുഷ്യ എവിടെ പോവാ? ഞാനെങ്ങും പോകുന്നില്ല കുട്ടു. കുട്ടു ഉറങ്ങിക്കോ. ഞാനും ഉറങ്ങത്തില്ല. അയ്യോ, രാത്രി ഉറങ്ങണം. ഉറങ്ങിയില്ലെങ്കിൽ എന്നാ? ഉറങ്ങിയില്ലെങ്കിലേ നമ്മുടെ മുടിയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പൊ ഇന്നാലേ എന്നെ മുടി വെട്ടാൻ വന്ന ആളിന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഉറങ്ങാത്തോണ്ടാ? അതെ. അപ്പഴേ നമ്മൾ എപ്പോഴും കിടന്ന് ഉറങ്ങിയാലേ നമ്മുടെ മുടിക്ക് ഇത്രയും നീളം വരുമോ? രാത്രി ഉറങ്ങിയാൽ മുടിക്ക് നീളം കൂടും. കുട്ടു ഉറങ്ങ്. ഉറങ്ങാവേ. പക്ഷേങ്കിലേ എനിക്ക് ഒരു കഥ പറഞ്ഞു. കഥയോ? ഏത് കഥ? അതെ, കൊമ്പനാന പൊട്ടം കിടത്തി വീണില്ലേ, ആ കഥ. ആ കഥ എനിക്ക് അറിയത്തില്ല കുട്ടു. അറിയത്തില്ല? എന്നാലേ കുറുക്കന്റെ തലയിലെ നെല്ലിച്ച വീണില്ലേ, ആ കഥ. കുറുക്കന്റെ തല നെല്ലിച്ച വീണപ്പോ മണ്ടൻ കുറുക്കൻ വിചാരിച്ചു ആകാശം ഇടിഞ്ഞു വീണ് നീച്ചു വയ്യ. ശരി, എന്നാ ആ കഥ പറഞ്ഞു തരാം. ഒരിടത്തൊരിടത്തൊരു മണ്ടനായ കുറുക്കനുണ്ടായിരുന്നു. ഒരു ദിവസം ആ കുറുക്കൻ ഒരു നെല്ലിമരത്തിന്റെ ചോട്ടിൽ. ബാക്കി കഥ എനിക്കറിയാം. അപ്പൊ കുറുക്കന്റെ തലയിൽ ഒരു നെല്ലിച്ച വീണു.
കൂർക്കാൻ വല്ല ചക്കമരത്തിന്റെ ചോട്ടിലായിരുന്നെങ്കിലേ ഒരു ചക്ക വീണ് കൂർക്കനാണ് എന്റെ കുട്ടിമണി ഇപ്പൊ കിടന്ന് ഉറങ്ങ്. ഇപ്പൊ ഉറങ്ങിയ ഞാൻ നാളെ നല്ലൊരു കഥ പറഞ്ഞു തരാം. നല്ല സുന്ദരം കഥയാണോ? നല്ല സുന്ദരം കഥ, ഒരു സിനിമാ കഥ. മനുഷ്യ മനുഷ്യ എന്നെ ഒരു സിനിമ കാണാൻ കൊണ്ടുപോകും. ഞാൻ കണ്ടിട്ടേ ഇല്ല സിനിമ ഇതുവരെ. കുട്ടു ഇപ്പൊ കിടന്നുറങ്ങിയ ഞാൻ അടുത്ത ആഴ്ച ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. ഞാൻ ഉറങ്ങുവാണേ, സിനിമ കൊണ്ടുപോണേ. പറ്റിച്ചല്ലേ? ഇല്ല, പറ്റിച്ചല്ലേ? തീർച്ചയായിട്ടും കൊണ്ടുപോകാം. കുട്ടു ഉറങ്ങിക്കും. നല്ല മനുഷ്യൻ. ഞാനും മനുഷ്യനും കൂടി സിനിമ പോവല്ലോ. പോയിട്ട് ഞങ്ങള് സിനിമ കണ്ടിട്ട് വരുമ്പോ ബിരിയാണി കഴിക്കും. നിങ്ങള്? ഞാൻ അച്യുതക്കുറുപ്പ്, അറിയില്ലേ നിനക്ക്? എന്റെ കൊച്ചിനെ ചതിച്ചിട്ട് നീ ഇവിടെ മഹാറാണിയായിട്ട് വാഴുകയാണ്. എന്റെ ഈശ്വര, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? നിലവിളി കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ കലമോള് കിണറ്റിന്റെ അടുത്ത് ബോധം കെട്ട് കിടക്കുമായിരുന്നു. ഈ രാത്രിയിൽ കലയെടുത്ത് എന്തിനു പുറത്തു പോയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെല്ലാം അവിടെ നടക്കുന്നു. താൻ പോയി ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ. മോനെ, ആശുപത്രി കൊണ്ടുപോണ്ടേ? വീഴ്ച തലയെവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെങ്കിലോ? നോക്കാമേ. അമ്മ, മോളെ മോളെ മോളിന്ന് കണ്ണു തുറന്നേ. മോളെ, എന്താ മോളെ? അച്ഛനോ? വീട്ടിന്റെ അച്ഛൻ. അച്ചൂട്ടനോ? കലമോൾ എങ്ങനെയാ പുറത്തെത്തിയത്? അത് എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഉറക്കത്തിൽ ആരോ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ വാതിൽ തുറന്ന് മുറ്റത്തെത്തി. കിണറ്റിന്റെ അവിടെ ചെന്നപ്പോ അവിടെ വീട്ടിന്റെ അച്ഛൻ. ഞാൻ പേടിച്ചു പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മോളെ, നിനക്ക് തോന്നിയതാവും. അല്ല, എനിക്ക് ഉറപ്പാ, ഞാൻ കണ്ടതാ. മെമ്പർ സത്യമാണോ പറയുന്നേ? എന്റെ ശാന്ത, പിന്നെ ഞാൻ കള്ളം പറയുവോ? ഇടീ വയലോരം വീട്ടിൽ ആ ജാട താടിയിലെ രവി, അവന്റെ ഭാര്യ
എന്തോ അവളുടെ പേര് കൊലവറിയോ? കൊലപറിയല്ല ആശാന്, മതികല. മതികല. ഓ, ഇവന് പെണ്ണുങ്ങളുടെ പേരൊക്കെ കാണാപ്പാടാണല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നാണെന്ന് അവനറിയത്തില്ല. പക്ഷെ ഈ വാർഡിലെ മുഴുവൻ പെമ്പിളുടെ പേര്, നാളെ, ജനനത്തീയതി, ഫോൺ നമ്പർ എല്ലാം ഇവന് മനപ്പാടവാ. പറഞ്ഞു വന്നിട്ട് ബാക്കി പറ മെമ്പറെ. അതല്ലേ ഞാൻ വന്നപ്പോഴേ പറഞ്ഞത്. ആ പെണ്ണ് അച്യുതക്കുറുപ്പിന്റെ പ്രേതത്തെ കണ്ട് ബോധം കെട്ട് വീണെന്ന്. വിശദമായിട്ട് പറ മെമ്പറെ. എവിടെ വെച്ച്, എപ്പോ? ഇന്നലെ രാത്രി നിലവിളി കേട്ട് ചെന്നപ്പോ ആ പെണ്ണ് കിണറ്റില് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. കിണറ്റിലോ? കിണറ്റിന്റെ കരയിൽ. ആ രവി ഇപ്പൊ റോക്കറ്റ് വിട്ടതുപോലെ വയലോരത്തേക്ക് പോകുന്നതും കണ്ടു. ഓ, ഭാര്യ പേടിച്ചു തെറിഞ്ഞ് ചരടും ജപിച്ച് വാങ്ങിക്കൊണ്ട് വരുമായിരിക്കും. എന്തായാലും എല്ലാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ജീവിച്ചിരുന്നപ്പോ കുറുപ്പ് പാവമായി. പക്ഷേ കുറുപ്പിന്റെ പ്രേതം അങ്ങനെയാവണമെന്നില്ല. മെമ്പർ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഈ വാർഡിനെ പ്രേതഭയത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗം പറ. ശാന്തേ, നീ പേടിക്കണ്ട. ശാന്തയ്ക്ക് ധൈര്യം തരാനായി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. കുറുപ്പിന്റെ പ്രേതത്തെ പിടിക്കാൻ പഞ്ചായത്തിൽ മൊത്തത്തിലൊരു പിരിവ് നടത്തിയാലോ? പ്രേത നിർമ്മാർജ്ജന മഹാഹോമ ഫണ്ട് അങ്ങനെ പേരിടുകയും ചെയ്യാം. മെമ്പർ അടുത്ത വകുപ്പ് ഒപ്പിച്ചു. ഇപ്പോഴും ഞാൻ തൊട്ടു നോക്കി. കുറഞ്ഞത് 102 ഡിഗ്രി പനിയെങ്കിലും കാണും അമ്മേ മതിക്ക്. പപ്പടം പൊള്ളിച്ചെടുക്കാൻ നെറ്റിക്ക്. പോടി ഇവിടുന്ന്. മനുഷ്യരുടെ ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാണ്. ഇന്ന് നാളെ അവിടെ നിൽക്കേണ്ട ഞാനാ. ലക്ഷങ്ങളുടെ ബിസിനസ് ചർച്ചയാ പൊളിഞ്ഞത്. എന്റെ രവി, കലമോൾ ഒരു സ്വപ്നം കണ്ട് പേടിച്ചതിന് നീ ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? നിങ്ങൾ എല്ലാ കാര്യവും അങ്ങനെ നിസ്സാരമാക്കിയ പറയൂ. എന്റെ പാവം മതി. വിവരം അറിഞ്ഞപ്പോ ഞാൻ പ്രാണം വാരി പിടിച്ച് ഓടി വരികയായിരുന്നു, അറിയാവോ? എന്നിട്ട് കുഞ്ഞേട്ടൻ കാറി വരുന്നതാണല്ലോ ഞാൻ കണ്ടേ. പെണ്ണെ, നീ മേടിക്കും കേട്ടോ. അമ്മയ്ക്ക് ഈ കാര്യത്തിലൊന്നും പറയാനില്ലേ? ഒഴുക്കം മട്ടിൽ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എന്റെ പൊന്നു രവി, ഞാൻ എന്തു പറയാനാ? ഇന്നലെ രാത്രി എന്നത്തെ പോലെ ഉറങ്ങാൻ കിടന്നതാ എല്ലാരും. കലമോളുടെ കരച്ചിൽ കേട്ട ഓടിച്ചെന്നത്. ചെന്നപ്പോഴാ മോള് പറഞ്ഞത് അച്ഛനെ സ്വപ്നം കണ്ടെന്നും സ്വപ്നമാണെന്ന് ഓർക്കാതെ കിണറ്റിന്റെ അടുത്ത് പോയെന്നും പേടിച്ചു നോക്കെ. അച്ഛന്റെ ആത്മാവ് ഇത്ര വിവരമില്ലാതായി പോയല്ലോ. അച്ഛന്റെ ആത്മാവിന് നന്ദിയില്ലാതായി പോയല്ലോ. രവി, മരിച്ചുപോയ അച്ഛനെ കുറിച്ചാ നീ പറയുന്നേ? പറയാതെ പിന്നെ. ഈ വീടിന് എന്തെല്ലാം സഹായം ചെയ്തതാ മതി. എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു തന്നു. എന്തിന്? അച്ഛന്റെ ഈ ബുദ്ധിയില്ലാത്ത മോൾക്ക് ചെറുക്കനെ വരെ ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്നിട്ട് മുതുപാതിരയ്ക്ക് പേടിപ്പിക്കാൻ വന്നേക്കുള്ളൂ. എന്റെ മുമ്പിൽ എങ്ങനെ വരട്ട്. നല്ല നാളെ ഞാൻ പറയും. കുഞ്ഞേട്ട എന്റെ അച്ഛൻ വഴക്കുവരൊന്നും വേണ്ടാട്ടോ. എന്റെ അച്ഛൻ പാവം. ഓ, അച്ഛയെ പറ്റി പറയുമ്പോ പെണ്ണിന് 1000 നാക്കാണല്ലോ. നീയാണല്ലോ പ്രേതത്തെ ആവാഹിച്ചോണ്ട് വരുന്നത്. രവി, എന്താടാ നീ പറഞ്ഞത്? പ്രേതവും? ആ, മരിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാരും പ്രേതാണല്ലോ. അതിപ്പോ അച്ഛൻ ചത്താലും അമ്മ ചത്താലും ഞാൻ ചത്താലും ഒക്കെ അങ്ങനെ തന്നെയാ. മതിക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോവാ. അല്ലെങ്കിൽ രണ്ടുകൂടെ പറഞ്ഞേനെ. പൊന്നെ, ഞാൻ അമ്മയെ രണ്ടെണ്ണം അങ്ങ് പറഞ്ഞു. വേണ്ടായിരുന്നു. വേണം. എന്റെ പൊന്നെ അത്രയും പേടിച്ചതല്ലേ. രവിയണ്ണ അത് സഹിക്കോ? 80 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. 2 ടിപ്പറുമായിട്ട് കൂട്ടിയിടിക്കേണ്ടതായിരുന്നു. 80 കിലോമീറ്റേഴ്സ് ആണോ രവിയേട്ടന്റെ ഏറ്റവും കൂടിയ സ്പീഡ്? സഞ്ജയൊക്കെ ബൈക്ക് പറപ്പിക്കുന്നതേ 100-120 കിലോമീറ്റർ സ്പീഡില്ല. ഓ, ഇനി ഞാനും ഓടിക്കും. സ്പീഡ് എനിക്ക് പ്രശ്നമേ അല്ല. എന്റെ രവിയേട്ടൻ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, പറ്റുന്ന സർക്കസ് ഒക്കെ മതി. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു അച്ഛന്റെ പ്രേതത്തെ പറ്റി? എന്ത് പറയാനാ, ഞാൻ പ്രേതെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. അതാ ഇവിടുത്തെ കുഴപ്പം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് ഒരു വിലയില്ല. ചത്ത് കെട്ടുപോയവരാ ഇപ്പോഴും രാജാവ്. ഹോ, ഇങ്ങനൊരു വീടായി പോയല്ലോ ഈശ്വര ഞാൻ തെരഞ്ഞെടുത്തത്. എന്റെ വിധി. ഇങ്ങനൊന്നും പറയില്ല മതി. മതിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഈ വീട്ടിലുണ്ടാവില്ല. ജീവനുള്ളവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും അത് ഞാൻ ഏറ്റു. അച്ഛനാണെങ്കിൽ എന്താ,
ജീവിച്ചിരിക്കുന്നവരുടെ സ്വസ്ഥത കളയലാണോ മരിച്ചവരുടെ ജോലി? അല്ല പിന്നെ. മതി, വീട്ടിലൊന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ഇതെന്താ രവി കിണർ വറ്റിക്കാൻ പോവാണോ? മതി പറഞ്ഞതാ തന്നെത്താൻ വെള്ളം കോരിക്കോളാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഒരൊറ്റ തഴമ്പില്ലാത്ത കയ്യാ മതിയുടെ. കണ്ടിട്ടില്ലേ നല്ല പട്ടുപോലത്തെ? കലമോളുടെ മനസ്സും പിന്നെ പട്ടുപോലെ ആണല്ലോ. ആ, അപ്പൊ പിന്നെ ആ പാവത്തിന്റെ കയ്യിൽ വെറുതെ തഴമ്പുണ്ടാക്കണ്ടെന്ന് കരുതി. നല്ല ഭർത്താക്കന്മാര് അങ്ങനെ തന്നെ വേണം. പിന്നെ നമുക്കൊരു എക്സസൈസ് ആണല്ലോ സീതെടുത്തി ഈ വെള്ളം കോരലേ. പിന്നെ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ യൂണിവേഴ്സും ഒക്കെ ഭാര്യയ്ക്ക് വെള്ളം കോരി മസിലുണ്ടാക്കിയവരാണല്ലോ. തീർന്നില്ലേ രവിയേട്ട ഇതുവരെ? ദേ ഇപ്പൊ കഴിയും പൊന്നെ. ഇതെല്ലാം എടുത്ത ആ അലക്കലിന്റെ അടുത്തൊന്ന് വെച്ചിരണേ. ഓ, രവിയേട്ടൻ ഏറ്റു. അല്ല, എന്തായിരുന്നു ഏട്ടത്തി അനിയനും തമ്മിലൊരു കിന്നാരം? വലിയ ചിരിയൊക്കെ കണ്ടല്ലോ. ഓ അതോ, അത് ഞാൻ വെള്ളം കോരണ കണ്ടിട്ട് സീതെടുത്ത് പറയാ ഞാൻ നല്ലൊരു ഭർത്താവാണെന്ന്. അതവര് നേരായ മാർഗത്തിൽ പറഞ്ഞതാവില്ല, പുശും പൂത്തിയതാവും. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എന്റെ പൊന്നിനെ നോക്കിയാൽ മതിയല്ലോ. ആ സേനനകൾ ഇപ്പൊ വിളിച്ചിരുന്നു. ആഹാ, എന്നിട്ട് എന്തു പറഞ്ഞു? എന്ന് കാശ് തരും? കാശ് ചുമ്മാതങ്ങ് ഒപ്പിട്ട് തരാൻ എന്റെ അങ്കിള് റിസർവ് ബാങ്ക് ഗവർണറൊന്നും അല്ലല്ലോ. കാശ് തരും, പക്ഷേ അങ്കിളിന് തൃപ്തികരമായ ഒരു ഉടമ്പടി വേണം. നമുക്ക് എന്ത് എഗ്രിമെന്റ് വേണമെങ്കിലും കൊടുക്കാമല്ലോ, നമ്മുടെ അങ്കിളല്ലേ. അങ്കിള് പറയുന്നതേ ഈ വീട് എന്റെയോ രവിയേട്ടന്റെയോ പേരിൽ എഴുതി വെക്കണമെന്നാ. 6 മാസത്തിനകം കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീട് നമ്മുടെ സ്വന്തമാവും. അങ്ങനെ ഒരു എഗ്രിമെന്റോ? അമ്മയും ബാലേട്ടനെ സമ്മതിക്കൂ? സമ്മതിച്ചില്ലെങ്കിൽ ബാങ്കുകാർ കൊണ്ടുപോകും. അല്ലെങ്കിൽ ബാലേട്ടനോട് പറയും ലോൺ അടച്ച് തീർക്കാൻ. അല്ല പിന്നെ കക്ഷത്തിലിരിക്കുന്നത് പോവാനും വയ്യ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ വേണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല രവിയേട്ട. പിന്നെ ഈ 6 മാസത്തേക്ക് വീട്ടിൽ എന്ത് പരിഷ്കാരം നടത്താനുള്ള അധികാരവും നമുക്കുണ്ടായിരിക്കും. അതും എഗ്രിമെന്റിൽ കൃത്യമായി പറയണം. എന്റെ രവിയേട്ട, നമുക്ക് നമ്മുടെ റൂം അങ്ങ് AC ആക്കിക്കൂടെ? അത് നേരെ. അങ്കിളിനോട് ഞാൻ പറഞ്ഞു വീട് എന്റെ ചെക്കന്റെ പേർക്ക് എഴുതാന്ന്. എന്റെ പേരിലോ? പിന്നെ ആരാ എന്റെ ചെക്കൻ? അങ്ങനെ എന്റെ രവിയേട്ടൻ വയലോരം വീടിന്റെ ഒരേ ഒരു അവകാശിയാവുന്നു. താങ്ക്സ് മതി, താങ്ക്സ്. പക്ഷേ രവിയേട്ട, ചിന്തിച്ചപ്പോ എനിക്കൊരു സംശയം. എന്താ? കുഴപ്പമൊന്നുമില്ല, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്താ മതി, കാര്യം പറയേ. അല്ല, വീട് രവിയേട്ടന്റെ പേർക്ക് എഴുതിയ ഒറ്റയടിക്ക് രവിയേട്ടൻ ഇവിടെ എല്ലാവരുടെയും ശത്രുവാകും. കഷ്ടകാല സമയത്ത് രവിയേട്ടൻ അമ്മയും കൂടപ്പിറപ്പുകളെയും പറ്റിച്ച് വീട് തട്ടിയെടുത്തെന്ന് ചിലപ്പോൾ നാട്ടുകാരും പറഞ്ഞുകൊണ്ട് നടക്കും. അതെന്റെ ചെക്കന് മോശമാ. എന്റെ ചെക്കനെ ആരും ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. എഗ്രിമെന്റ് ചെയ്യാതെ എന്റെ അങ്കിള് കാശ് തരത്തുമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും മതി? ആ, ഒരു ഐഡിയ ഉണ്ട് രവിയേട്ടാ. എന്താ? വീട് എന്റെ പേർക്കങ്ങ് എഴുതാം, എന്താ? എന്റെ പേരിൽ എഴുതിയാലും രവിയേട്ടന്റെ പേരിൽ എഴുതിയാലും അതൊരുപോലെയല്ലേ? രവിയേട്ടന് അതില് വല്ല വിഷമമുണ്ടോന്നാ? എനിക്കോ? നല്ല കാര്യായി. എന്റെ പൊന്നിന്റെ പേരിൽ എഴുതുന്ന എനിക്കിഷ്ടം. എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചെക്കന്റെ മനസ്സ്. ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങനെ അങ്കിളിനോട് വിളിച്ച് പറഞ്ഞേക്കാം. ഓ, എന്റെ പെങ്കൊച്ചു വന്നു കയറിയ വീടല്ലേ, ഉപേക്ഷിക്കാൻ പറ്റുവോ? ഇല്ലല്ലോ. ചെണ്ടകൊട്ടും പാട്ടുമായി എല്ലാവരും കൂടി പെരുവഴി കൂടി നടന്നാലേ ഞങ്ങളുടെ മാണിക്യമംഗലം വരെ നാണക്കേട് കൊണ്ട് പുളിക്കും.
അല്ല അതിനൊക്കെ നാണം, പുളി, മാനം എന്നിവയൊക്കെ വേണം. ഇവിടിപ്പോ ആർക്കും അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ പ്രസംഗം നിർത്തി കാര്യത്തിലേക്ക് വാ. ഇതാ ഞാൻ അമ്മയോട് ആദ്യം സഹായിക്കേണ്ടെന്ന് പറഞ്ഞത്. ഓ, അല്ലെങ്കിൽ ഇപ്പൊ സഹായിക്കാൻ വന്നേനെ വേറെ ആരാണ്ട്. കേട്ടോ ശാരദാമ്മേ, കാശ് തരുന്നത് എന്റെ ആങ്ങളെയാ, ജയസേനൻ. എഗ്രിമെന്റ് കലമോളുടെ പേര്, വീട് കലമോളുടെ പേർക്ക് എഴുതണം. കലമോളുടെ പേർക്കോ? ആ, എന്താ ഒക്കത്തില്ലയോ? അങ്ങോട്ട് തരുന്നതേ ചക്കക്കുരുവല്ല, 4 ലക്ഷം രൂപയാ. എന്നാലും വീടെഴുതി തരികയെന്ന് വെച്ചാ എല്ലാവർക്കും അവകാശമുള്ള വീടല്ലേ? ഒപ്പിട്ടാൽ കാശ് നാളെ രാവിലെ നിന്റെ അക്കൗണ്ടിൽ വരും. അതെങ്ങനെയെങ്കിലും ഞാൻ നോക്കിക്കോളാം. കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, പക്ഷെ ഡമ്പിനൊട്ടും കുറവുമില്ല. ദേ, പിന്നൊരു കാര്യം, മന്തിപ്പെണ്ണ് മാത്രമല്ല, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, അങ്ങോട്ട് തരുന്നതേ ചക്കക്കുരുവല്ല, 4 ലക്ഷം രൂപയാ. എന്നാലും വീടെഴുതി തരികയെന്ന് വെച്ചാ എല്ലാവർക്കും അവകാശമുള്ള വീടല്ലേ? ശാരദ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നാ പിന്നെ അവകാശമുള്ള എല്ലാവരും കൂടി ജപ്തി അങ്ങ് ഒഴിവാക്ക്. അല്ല പിന്നെ ഞാനങ്ങ് പോയേക്കാം. അയ്യോ അമ്മേ, അമ്മ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി പോവല്ലേ. എന്റെ പേരിൽ എഗ്രിമെന്റ് ഒന്നും വേണ്ട. ആഹാ, എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? ഇതേ എന്റെ നിർബന്ധമല്ല, നിന്റെ അങ്കിളിന്റെ നിർബന്ധമാ. അല്ല, അതിപ്പോ ആര് കാശ് തന്നാലും എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് കൊടുക്കണ്ടേ? അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യമ്മേ. ബാലൻ അതേ പറയൂ. അല്ലാതെ ബാലന്റെ ഭാര്യ വീട്ടുകാർക്ക് സഹായിക്കാൻ പറ്റുമോ? ആ ഉണക്കക്കൊള്ളി അമ്മാവനും അമ്മയും വിചാരിച്ചാൽ എന്നെ നടക്കാനാ? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇപ്പൊ എഗ്രിമെന്റ് ഒപ്പിടണം. എന്റെ അമ്മ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് കൊടുക്കേണ്ടി വരുമെന്ന് മതി കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ? ഇപ്പൊ കാര്യത്തോടെ അടുത്തപ്പോഴാണോ പ്രശ്നം? മോനെ, അത് ഇനി സീതയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതാണോ അമ്മായിമ്മ ഇങ്ങനെ നിന്ന് ശ്വാസം മുട്ടുന്നത്? അയ്യോ, എനിക്കെന്തിനാ ബുദ്ധിമുട്ട്? ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ എടുത്തു കൊടുത്ത് സഹായിക്കാൻ എന്റെ കയ്യിൽ കാശില്ലല്ലോ. ആ ബോധം ഉണ്ടായാ മതി. ശാരദാമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, എനിക്ക് പോവേണ്ടതാ. നിങ്ങളുടെ ഈ ചെതല് കൊട്ടാരം ഞങ്ങൾക്ക് കൊണ്ടുപോയി വിഴുങ്ങാനൊന്നുമല്ല. കടം വീട്ടാൻ 6 മാസത്തെ സമയപരിധി നിങ്ങൾക്ക് തന്നിട്ടാ എഗ്രിമെന്റ്. അതിനിടയിൽ ഈ കാശ് എല്ലാവരും കൂടി ഇങ്ങനെ തിരിച്ചു തന്നാ മതി. അല്ലെങ്കിലേ വീട് കലമോളുടെ പേരിലാവും. ഇതിൽ കൂടുതൽ എന്ത് ചെയ്തു തരണം അമ്മേ? വീട് വേണമെന്നുള്ളവരെ അതിനകം കടം വീട്ടണം. എന്നാ പിന്നെ നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം ശാരദ. 6 മാസത്തെ സമയമുണ്ടല്ലോ കടം വീട്ടാൻ. ഒപ്പിടമ്മേ, നമുക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കൊടുക്കാം. പിന്നെ പണം കായ്ക്കുന്ന മരത്തിന്റെ തൈ കൊടുക്കുന്നുണ്ട് കൃഷി ആഫീസിൽ നിന്ന്. ബാലനെ നാളെ തന്നെ അതിന്റെ 2 തൈ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിടും. അതെങ്ങനെയെങ്കിലും ഞാൻ നോക്കിക്കോളാം. കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, പക്ഷെ ഡമ്പിനൊട്ടും കുറവുമില്ല. അമ്മേ, ആ എഗ്രിമെന്റും കൊടുക്ക്. ഒപ്പിട്ട് കഴിഞ്ഞ ജോലി തീർന്നില്ലേ? തീർന്നു. ഒപ്പിട്ടാൽ കാശ് നാളെ രാവിലെ നിന്റെ അക്കൗണ്ടിൽ വരും. ആ, വന്നല്ലോ എരുമക്കുട്ടി, ഇവിടെ ഓട്ടം തുള്ളല്. ദേ പെണ്ണേ, നിന്റെ വീടേ ഞാൻ എന്റെ മോളുടെ പേർക്കങ്ങ് എഴുതിയെടുക്കാൻ പോവാ. കണ്ടോ, ബുദ്ധിയില്ലെങ്കിലും അവക്ക് അതൊക്കെ അറിയാം. അമ്മ എഗ്രിമെന്റ് വെക്കമ്മേ. ശാരദാമ്മയും ബാലനും രവിയും സുഭദ്രാമയും ഒക്കെ ഒപ്പിട. മന്തിപ്പെണ്ണിന്റെ ഒപ്പുകൊണ്ട് പിന്നെ കാര്യമില്ലല്ലോ.
അച്യുതാ. ബെസ്റ്റ്. ദൈവത്തെ വിളിച്ച് ഒപ്പിടുന്നതിന് പകരം വല്ല ബാധയും വിളിച്ചോണ്ട് ഒപ്പിടുന്നു. ഇത് നീ വെച്ചോണം. അല്ലെങ്കി കാശ് കാണാതായതുപോലെ ഇതും കാണാതാവരുത്. ദേ, പിന്നൊരു കാര്യം, മന്തിപ്പെണ്ണ് മാത്രമല്ല, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, പണ്ടത്തെ പോലെ അല്ല ഇനി കാര്യങ്ങള്. എന്റെ പെങ്കൊച്ചിന് ഇനി ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോ പറഞ്ഞതുപോലെ കാശ് നാളെ രാവിലെ നിന്റെ അക്കൗണ്ടിൽ വരും. കൊണ്ടുപോയി കടം വീട്ട് തീരട്ടെ നാണക്കേട്. അമ്മ, നമ്മുടെ വീട് വിറ്റ അമ്മ. അയ്യോ, സീതയെടുത്ത് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയല്ല നോക്കിയെന്നറിയാമോ? എന്താ വീട് കണ്ണു നിറയെ കാണുവാണോ? എന്താ കാണാൻ പറ്റില്ലേ? അയ്യോടാ, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. എന്റെ സീതയെടുത്തി ഇന്ന് മൊത്തത്തിൽ സന്തോഷമുള്ള ദിവസമാ. വയലോരം വീടിന്റെ ജപ്തി ഒഴിഞ്ഞ ദിവസം. പാവം അച്യുതക്കുറുപ്പ് അച്ഛൻ കണ്ടത്തിൽ പകലന്തിയോളം കൊത്തിയും കിളച്ചും ഉണ്ടാക്കിയ വീടും സ്ഥലവും മതികലയുടെ പേരിലായ ദിവസം. ചിരിക്കുവാണോ നീ? മുങ്ങി താണുകൊണ്ടിരുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് വേറെ ഒരു ചതി കൊണ്ടിട്ടിട്ട് നീ ചിരിക്കുവല്ലേ? ഇതിലെന്ത് ചതി സീതയെടുത്തി? ഇത് ബിസിനസ് അല്ലേ? ബിസിനസ്സിൽ സെന്റിമെന്റ്സ് ഇല്ല. എന്റെ വീട്ടുകാർ ചക്കച്ചുള പോലെ കാശ് തന്നു, അതിന്റെ ഭാഗമായിട്ട് എഗ്രിമെന്റ് എഴുതി. അല്ല, സീതയെടുത്തിയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ എഗ്രിമെന്റ് സീതയെടുത്തിയുടെ പേരിലായനെ. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കല്ലേ കലമോളെ. പണം, ആരോഗ്യം, ആയുസ് ഇതൊക്കെ നഷ്ടപ്പെടാനേ ഒരൊറ്റ സെക്കൻഡ് മതി. ആ ഒരൊറ്റ സെക്കൻഡ് വരുന്നത് വരെ അഹങ്കരിക്കാമല്ലോ അല്ലേ? ഇതൊരു സ്റ്റാമ്പ് പേപ്പർ അല്ല. സീതയെടുത്തി ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്ന അപ്പാവി കൂട്ടങ്ങളുടെ ജാതകമാ, തലയിലെഴുത്ത. ഇനി മതികല തീരുമാനിക്കും വയലോരം വീട്ടിൽ എന്ത് നടക്കണമെന്ന്, ആരൊക്കെ എങ്ങനെ താമസിക്കണമെന്ന്. എനിക്ക് വഴിവിലങ്ങാൻ ഞാൻ പറഞ്ഞ വാസ്തുദോഷത്തിന്റെ മറ പിടിച്ച് വാതിലും പൂട്ടി താക്കോലും കൊണ്ട് നിന്നവളല്ലേ നിങ്ങൾ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇനി വയലോരം വീട്ടിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ. കലമോളെ, മോളുടെ ഫോണാന്ന് തോന്നുന്നു, ബെല്ലടിക്കുന്നു. ദാ വരുന്നമ്മേ. ഞാൻ ഈ എഗ്രിമെന്റ് സീതയെടുത്തി ഒന്ന് കാണിക്കുമായിരുന്നു. സീതയെടുത്തി ഇത് വായിച്ചു, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നമ്മളൊരു നോട്ടറിയുടെ മുമ്പിൽ പോലും പോയില്ലായിരുന്നല്ലോ. സീതയെടുത്തി എന്നോട് പറഞ്ഞത് കാശ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഉറപ്പ് വേണമെന്ന്. അല്ല, അത് സീതയെടുത്തി വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, എങ്കിലേ ബാലേട്ടന് കാശുണ്ടാക്കുന്നതിനൊരു ചൂട് വരുള്ളൂ. അല്ലേ സീതയെടുത്തി? ആരാണാവോ ഈശ്വര വിളിക്കുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് സഞ്ജു ആയിരിക്കും.
നാത്തൂനെ, ഞാൻ വീട്ടിനകത്തൊക്കെ നാത്തൂനെ നോക്കിയായിരുന്നു. നാത്തൂൻ എന്താ ഇവിടെ വന്ന് തനിയെ ഇരിക്കുന്നത്? ഞാൻ നമ്മുടെ വീടൊന്ന് കാണുകയായിരുന്നു ശാരദ. ഇന്ന് രാവിലെ വരെ നമ്മുടെ സ്വന്തമായിരുന്നത് ഇപ്പം നമ്മുടേതല്ലാതായതുപോലെ. ഒരു കാര്യം നഷ്ടപ്പെടുമ്പോഴാ ശാരദ നമ്മൾ അതിന്റെ വില അറിയുന്നത്. അതിനോട് നമുക്ക് എന്തുമാത്രം ഇഷ്ടം ഉണ്ടായിരുന്നെന്നും. ഈ വീട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ നാത്തൂനെ. ഇല്ല, എന്നാലും അതുപോലൊരു തോന്നല്. നീ ഓർക്കുന്നില്ലേ ശാരദ, അച്യുതൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ ഈ വീടിന് വേണ്ടി. രാത്രിയും പകലും ഒക്കെ പണിക്കാരുടെ കൂടെ ചേർന്ന് എന്തുമാത്രം അധ്വാനിച്ചതാ. മറക്കാൻ പറ്റുമോ നാത്തൂനെ അതൊക്കെ? അച്യുതന്റെ വലിയ സ്വപ്നമായിരുന്നു ഈ വീട്. ബാലനോട് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കടം വീട്ടാൻ പറയണേ ശാരദ. മതികല കൊച്ചു പാവമാ. അതിന്റെ അമ്മയും ആ പോലീസുകാരൻ്റെ അമ്മാവനൊന്നും അത്ര ശരിയല്ല. നാളെ ആ പോലീസുകാരൻ വീട് അയാളുടെ പേരിലേക്ക് മാറ്റിയാലോ? അങ്ങനെ വരുമോ നാത്തൂനെ? ആർക്കറിയാം ശാരദേ, കഷ്ടകാല സമയത്ത് മുടിനാരി മൂർഖൻ പാമ്പാവോന്നാ. അങ്ങനെ വല്ലതും സംഭവിച്ചാ നിയമവും വകുപ്പും വല്ലതും നമുക്കറിയാമോ? പിന്നെ നമ്മൾ ആറ്റിലോട്ട് ചാടിയാ മതി. എന്റെ പരുത്തിക്കാവിലമ്മേ, എന്നും നീയാ ഈ വീടിന്റെ തുണ. കാത്തോണേ നാത്തും, വാ. ദേവി കാത്തോളും നമ്മളെ. വാ. നീയോ? നീ എന്താ ഈ സമയത്ത്? വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വെയിറ്റ് ചെയ്തോളാം, കുഴപ്പമില്ല. ശരി, വെച്ചോ. ഇനിയധികം സംസാരം വേണ്ട. അമ്മേ, അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. പണം തന്നിട്ട് പകരം ഗ്യാരണ്ടി എഴുതി വാങ്ങിച്ചതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ? ഇല്ല മോളെ. ഇല്ലെന്ന് പറഞ്ഞാലും അമ്മയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞുറുമ്പിന്റെ അത്രയെങ്കിലും സങ്കടം കാണുമെന്ന് എനിക്കറിയാം. എന്റെ അമ്മ എന്നെ പോലൊന്നും അല്ല എന്റെ വീട്ടുകാര്. അവർക്കൊക്കെ ഏത് ബന്ധത്തെക്കാളും വലുത് പണം തന്നെയാ. ഇതിപ്പോ സേനനങ്കിളിന്റെ മോളുടെ പഠിത്തക്കാര്യത്തിനോ മറ്റോ വെച്ചിരുന്ന കാശാ. അങ്കിളിന്റെ സ്വഭാവം എന്താണെന്ന് അമ്മ നേരിട്ട് കണ്ടതാണല്ലോ. നമ്മള് ചുമ്മാതെ കാശ് വാങ്ങിച്ചൊന്നും വേണ്ട. അതാ ഒരു എഗ്രിമെന്റ് അങ്ങ് എഴുതിയത്. വീട് സ്ഥലമൊക്കെ മോളുടെ പേർക്കല്ലേ, അതിലമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. അയ്യോ, എനിക്ക് മാത്രമായിട്ട് എന്തിനമ്മ ഈ വീട്? ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ ആ എഗ്രിമെന്റ് കീറിക്കളഞ്ഞേക്കാം. എന്നിട്ട് അമ്മയ്ക്കാണ് ഇതിന്റെ സർവ്വ അവകാശമെന്ന് എഴുതി തരാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ. ബാങ്കുകാര് വീട് സ്ഥലമൊന്നും കൊണ്ടുപോയില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനി 6 മാസത്തിനകം ബാലം പറ്റുന്ന കാശുണ്ടാക്കിയിട്ട് ആധാരം തിരിച്ചെടുക്കട്ടെ. രവിയുടെ വീതം അവൻ നേരത്തെ തന്നായിരുന്നല്ലോ. അയ്യോ, അങ്ങനെ വിഹിതവും വീതവും ഒന്നും നോക്കണ്ടമ്മേ. രവിയേട്ടനെ കൊണ്ട് പറ്റുന്നത്ര ഇനിയും തരും. ആ അമ്മേ, ഞാനൊന്ന് പുറത്തു പോവാ. അത് പറയാനാ വന്നത്. അമ്മയുടെ ഇരിപ്പ് കണ്ടപ്പോ എല്ലാം അങ്ങ് മറന്നുപോയി. അല്ല, മോൾ ഈ നേരത്തെ ഇതെവിടെ പോവാ? അതും ഒറ്റയ്ക്ക്? അത് എന്റെ കൂടെ ക്ലാസ്സിൽ വരുന്നൊരു കുട്ടിക്ക് ചെറിയൊരു ആക്സിഡന്റ്. സ്കൂട്ടറിൽ നിന്ന് വീണതാ. ഞാനൊന്ന് കണ്ടിട്ട് ഓടി വരാം. അല്ല, മോൾ എങ്ങനെ പോവും? വണ്ടിയൊന്നുമില്ലല്ലോ. എന്റെ അമ്മേ, ഞാൻ അങ്ങനെ എപ്പോഴും AC കാറിൽ മാത്രം സഞ്ചരിക്കുന്ന ആളല്ല. ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വരാം. എന്റെ പൊന്ന് ശാരദാമ്മ നല്ല മിടുക്കിയായിട്ടിരിക്കണം. ഇവനിത് എവിടെ പോയി കിടക്കുക? ഹലോ, നീ ഇത് എവിടെയാ?
ഈ 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ശരി, വേഗം വരാൻ നോക്ക്. നീ എന്താ താമസിച്ചേ? എന്താന്നറിയത്തില്ല, എന്റെ 4th ഗിയറിന് സ്പീഡ് അങ്ങ് കുറവാ. വേണ്ട, അധികം തമാശയൊന്നും വേണ്ട. എന്താ നീ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞത്? അതെ, കുട്ടിമണിയെ കൊണ്ടുപോവാൻ ഒരു ടീം ഓക്കെ ആയിട്ടുണ്ട്. ആണോ? എവിടെയുള്ളവരാ? തമിഴ്നാട്ടിലെ ബോംബെന്ന്. നമ്മുടെ മായാണ്ടി കുപ്പത്തൊന്നും നല്ല അറുക പീസുകളാണ്. തമിഴ്നാട് വരെ പെണ്ണിനെ എത്തിച്ചു കൊടുത്താൽ മതി, അതോടെ നമ്മുടെ റിസ്ക് തീർന്നു. അതാര് ചെയ്യും? ഞാൻ ചെയ്യും, അതിനല്ലേ ഈ ഞാൻ. പെണ്ണിനെ ആ മാടങ്കാവ് വരെ അക്കച്ചൊന്ന് എത്തിച്ചു തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്റെ അക്കച്ചി പിന്നെ ഒന്നും അക്കച്ചി അറിയണ്ട. എന്റെ അക്കച്ചി, നീ എന്നെ എപ്പോഴും ഇങ്ങനെ അക്കച്ചിന്ന് വിളിക്കല്ലേ? അല്ലേ, ഈ പേര് വിളിക്കുന്നത് ബഹുമാനക്കുറവല്ലേ അക്കച്ചി? തന്നെയല്ല, പുറച്ചി തലവിന്ന് വിളിക്കാൻ വലിയ പാടുവാ. തമിഴ്നാട് ടീമിനെ വിശ്വസിക്കാമോ? അതോ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് കാട്ടിക്കളഞ്ഞ പോലെ ആവോ കഥ? പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പെണ്ണ് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമെന്ന്. ഒന്നും സംഭവിക്കുകയല്ല. കുട്ടിമണിയല്ല, ഇനി കുമ്പ് പിടിച്ച അക്കച്ചിയാണേലും അവിടെ പെട്ടുപോയാലുണ്ടല്ലോ, പിന്നെ തിരിച്ചു വരികയില്ല. എന്നാ പെണ്ണിനെ കൊണ്ടുപോവേണ്ടത്? അതൊക്കെ നമ്മുടെ സൗകര്യം. ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ. ശരി, ഞാൻ പറയാം, നീ പൊയ്ക്കോ. ഓക്കെ. ഈ പെട്രോൾ അടിക്കാനേ ഇച്ചിരി ചില്ലറ കിട്ടുന്ന കൊള്ളായിരുന്നു. എന്തിന്? സൈക്കിളിനോ? സൈക്കിളിനല്ല, എനിക്ക് കുടിക്കാൻ. പെട്രോൾ അടിക്കാനും ശക്കല ഓയിലിനുള്ളത്. ഇത് മതി. അപ്പൊ താങ്ക്സ്. ഞാൻ ആണയിട്ടാൽ അത് നടന്ന് വിട്ടാൽ ഇത് ഈളകിൽ എന്റെ പെങ്കൊച്ചിനെ നീ വിൽക്കുമല്ലടി? അതിനെ ഇല്ലാതാക്കാനുള്ള വഴി നീ നോക്കും അല്ലടി? എനിക്കേ വയലോരം വീട്ടുകാരുടെ ഭ്രാന്തിനേക്കാളും വലുത് എന്റെ മോളുടെ ജീവനും ജീവിതവുമാണ്. അതിനുവേണ്ടി ഈ ആത്മാവിനെ അല്ല, ജീവനുള്ള മനുഷ്യനെ വരെ ഞാൻ പിടിച്ചു കെട്ടിയിടും. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് പോയേ. എന്റെ പെങ്കൊച്ചിനെ നീ വിൽക്കുമല്ലടി? അതിനെ ഇല്ലാതാക്കാനുള്ള വഴി നീ നോക്കും അല്ലടി? കൊല്ലും തിന്നെ ഞാൻ. എന്റെ കുഞ്ഞിനെ നീ വിൽക്കുമോടി? കൊല്ലും തിന്നെ ഞാൻ. മതി മതി മതി, എന്ത് പറ്റി? മതി മതി മതി. എന്താ മതി? നിങ്ങളുടെ അച്ഛൻ ആ പിശാചെന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വന്നു. അച്ഛനോ? മതി, സ്വപ്നം കണ്ടതാ മതി. അല്ല, നീ കിടക്കാൻ നോക്ക്. ഞാൻ കണ്ടു തലവീട്ട്, ഞാൻ കണ്ടു. എന്നെ കൊല്ലാൻ വന്നതാ. നീ കിടക്കാൻ നോക്ക്, ഒന്നുമില്ല.
ഞാൻ കണ്ടു. ഞാൻ കണ്ടു. ആഹാ, അത് ശരി. കളിച്ച് കളിച്ച് എന്റെ പെങ്കൊച്ചിന്റെ കഴുത്തി പിടിച്ചായോ കളി? ചവിട്ടി കൊല്ലും ഞാൻ. പിന്നെ എന്റെ അച്ഛൻ കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. ദേ പെണ്ണെ, നിന്റെ താടിക്കിട്ട് ഒരു കുത്തു തരും ഞാൻ. നീ ആ കിണറ്റി കിടക്കുന്ന മുതു പിശാചിനെ വലിച്ചു കയറ്റിക്കൊണ്ട് വരുന്നത്. എന്റെ അമ്മ എനിക്കൊന്നുമില്ല. ഇന്നലെ പേടിച്ചതിന്റെ ഒരു പനിക്കുള്ള അത്രേ ഉള്ളൂ. നിനക്കത്രേ ഉള്ളൂ. പക്ഷെ എനിക്കത് അങ്ങനെയല്ലല്ലോ. ശാരദാമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. എന്റെ കൊച്ചിനെ ഞാൻ ഈ ഭ്രാന്താലയത്തിൽ നിന്ന് കൊണ്ടുപോണോ? അയ്യോ, അമ്മ കുന്തം വിഴുങ്ങിയോ? എപ്പോ? ദേ ഈ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? എടി ഇറങ്ങടി, നിന്നോട് പറഞ്ഞിട്ടില്ല എന്റെ മുറി കയറരുന്ന്. പോ അങ്ങോട്ട്. ശാരദാമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തു പറയാനാ? അച്ചൂട്ടോട് ഞാൻ പ്രാർത്ഥിക്കാം ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന്. എന്നാ പിന്നെ ഞാനും എന്റെ മോളും കൂടി മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കാം. എന്താ? പണി എന്റെ കയ്യിലുണ്ട്. നല്ലൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് പന്ന പിശാചിനെ ആവാഹിച്ച് കടലിൽ ഒഴുക്കാൻ എനിക്കറിയാം. ഇങ്ങനൊന്നും പറയില്ലേ. മരിച്ചു പോയെങ്കിലും അദ്ദേഹം എന്റെ ഭർത്താവാ. അമ്മയ്ക്ക് മരിച്ചവരെ കുറിച്ച് ഓർത്ത സങ്കടം. ജീവിച്ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഒരു ചിന്തയില്ല. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചേ പറ്റൂ. എങ്കിൽ അച്ഛന്റെ പ്രേതത്തെ ആവാഹിച്ച് ജപിച്ചു കെട്ടി വല്ല ആറ്റിലോ കടലിലോ ഒഴുക്കണം. രവിക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? എനിക്കൊരു എതിർപ്പുമില്ല. മനുഷ്യന് ശല്യ പിന്നെ എന്ത് ചെയ്യും? അപ്പ പിന്നെ പെട്ടെന്ന് ഞാനൊരു മന്ത്രവാദിയെ കാണാം. ആവാഹനത്തിന് തീയതിയും സമയം കുറിപ്പിക്കാം. കാശ് ഞാൻ മുടക്കിക്കൊള്ളാം. എന്റെ കൊച്ചിന്റെ ജീവന്റെ കാര്യമല്ലേ? നാളെ ഇനി ആ ബാധ മന്തിപ്പെണ്ണിന്റെ ദേഹത്തെങ്ങാനും കയറിയാലേ ഈ വീടെടുത്ത് മറിച്ചു വെക്കും. ആ, നിങ്ങളുടെ മൂത്ത മോൻ വരുമ്പോ പറഞ്ഞേക്കണം അച്ഛനെ ആവാഹിക്കുന്ന കാര്യം. എന്നാ പിന്നെ അമ്മേ ഒന്ന് പോയേ. ഞങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി മോനെ. ആ സുധാകര, സിമന്റ് നാളെ എടുക്കാം. മതി, അത് മതിയടോ. ആ, എല്ലാം കൂടെ നേരത്തെ കൊണ്ടുവന്ന് തള്ളുന്ന എന്തിനാ? ആ പിന്നെ ഭൂമി പൂജയുടെ സമയം ഒന്ന് കുറിപ്പിച്ചേക്കണം. രാഹുകാലയ്ക്ക് കൃത്യമായിരിക്കണം. ആ, അന്നത്തെ പോലെ തെറ്റരുത്. ആ ഓക്കെ, ശരി വെച്ചോ. രാഹുവിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ദേ വന്നേക്കുന്നു. രാഹുവും ഗുളികനും യമണ്ടകനും ചേർന്ന സാധനം. നിങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നോ? ഓ, ഒന്നും പറഞ്ഞില്ലേ. രാഹുകാലത്തിന് മുമ്പ് നീങ്ങി വന്നല്ലോ എന്ന് പറഞ്ഞതാ. അതെന്താ, ഞാൻ പോയ ഒരു പോക്കങ്ങ് പോകുന്നു വെച്ചോ? എന്റെ പൊന്നു ജലജെ, ഞാൻ എങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? അതൊക്കെ ദൈവമല്ലേ കണ്ടറിഞ്ഞ് നടത്തി തരേണ്ടത്. ആ, അല്ലെങ്കിൽ പണ്ട് മുതലേ എല്ലാരും പറയാറുണ്ട് ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്. നീ നിന്ന് ചെറിയാതെ കാര്യം പറ ജലജെ. എന്തിനാ മതി രാവിലെ തന്നെ വിളിച്ചത്? അല്ല, എക്സ്പ്രസ് പോലെ നീ പായുന്നത് കണ്ടല്ലോ വയലോരം വീട്ടിലേക്ക്. ആ, അങ്ങനെയാ. എന്റെ മോൾക്ക് ഒരു പ്രശ്നം വന്നാ എക്സ്പ്രസ് പോലെയല്ല, റോക്കറ്റ് പോലെ ഞാൻ പായും. അല്ല, എന്നതാ പ്രശ്നം എന്നാ ഞാൻ ചോദിച്ചത്. ആ കിളവൻ പിശാജ് വീണ്ടും എന്റെ കൊച്ചിനെ പേടിപ്പിക്കാൻ വന്നേക്കുന്നു. ആര്? അച്യുത കുറുപ്പോ? ആ, കുണുപ്പ്. എന്റെ കൊച്ചിന്റെ കഴുത്തിനാ മുതുപ്രേതം പിടിച്ചത്. അല്ല, കുറുപ്പിന് ഇങ്ങോട്ടുള്ള വഴിയൊന്നും അറിയത്തില്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ വന്ന് എന്റെ കഴുത്തിനും പിടിക്കണമെന്നല്ലേ? ദൈവദോഷം പറയല്ലേ ജലജെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. കുറുപ്പ് ഇവിടേക്ക് വന്ന നീ അയാളുടെ ഇടപാട് തീർക്കുമല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ, നീ ഒന്ന് കണ്ണുരുട്ടിയാ പോരെ ഏത് പ്രേതവും പറക്കാൻ. എന്നാ കേട്ടോ, ഞാൻ കണ്ണുരുട്ടാതെ തന്നെ അച്യുതക്കുറുപ്പിന്റെ ആത്മാവിനെ പറപ്പിക്കാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഹോമം, ആവാഹനം, ഉച്ചാടനം. പിന്നെ സൗരയുധത്തിൽ പോലും കാണില്ല കുറുപ്പിന്റെ ആത്മാവിന്റെ ഒരു പൊട്ട്. അത്രയ്ക്ക് മിടുമിടുക്കനായ ഒരു മന്ത്രവാദിയാ കുറുപ്പിന്റെ ആത്മാവിനെ കടലിൽ ഒഴുക്കാൻ പോകുന്നത്.
ചുടല എന്ന മന്ത്രവാദിയുടെ പേര്. എന്റെ പൊന്ന് ജലജെ, ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേരുടെ പ്രാക്ക് നിനക്കുണ്ടല്ലോ. അതിന്റെ കൂടെ ആത്മാവിന്റെ കൂടെ വേണോ? പിന്നെ ആ വയസ്സം പ്രേതം എന്റെ കൊച്ചിനെ കൊല്ലുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കണോ? എന്നല്ല ജലജെ, ഈ ആത്മാവ്, പ്രേതം, പിശാജ് ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളല്ലേ? ഇത്രയും കാലം ജീവിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത്? നിന്റെ കൂടെ ജീവിക്കുമ്പോ ഇതെല്ലാം ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ദേ, ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാൽ വയലോരം വീട്ടിലുള്ളവരെല്ലാം ആത്മാവായിട്ടാണെങ്കിലും അച്യുതക്കുറുപ്പിന്റെ സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിച്ചിരിക്കുന്നവരാ. ഇനിയിപ്പൊ നീയായിട്ട് ചെന്ന് ആത്മാവിനെ ബന്ധിക്കുക, കടലിലൊഴുക്കുക എന്നൊക്കെ പറഞ്ഞ എന്താ? എനിക്കേ വയലോരം വീട്ടുകാരുടെ ഭ്രാന്തിനേക്കാളും വലുത് എന്റെ മോളുടെ ജീവനും ജീവിതവുമാണ്. അതിനു വേണ്ടി ഈ ആത്മാവിനെ അല്ല, ജീവനുള്ള മനുഷ്യനെ വരെ ഞാൻ പിടിച്ചു കെട്ടിയിടും. ജലജെ, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് പോയി സിമന്റിന്റെയും കമ്പിയുടെയും കണക്കെടുക്ക്. അല്ല പിന്നെ മതി ഇതുവരെ എന്താ പദ്ധതി എന്ന് കൃത്യമായി എന്നോട് പറഞ്ഞിട്ടില്ല. പദ്ധതി എന്താ? നിന്റെ കുട്ടുവിനെ നാട് കടത്തുന്നു.